നമ്മുടെ ബോഡി ഒരു 10% മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ബാക്കി 90% എപ്പോഴും യൂറിനിലൂടെ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ മുഴുവൻ കിഡ്നിയാണ് ഫിൽട്ടർ ചെയ്യുന്നത്. ഈ മരുന്നുകളെ മുഴുവൻ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഡ്യൂട്ടി കിഡ്നിക്ക് ഉണ്ടാവും. അപ്പൊ നിരന്തരമായ ഇത്തരത്തിലുള്ള സിന്തറ്റിക് മെഡിസിന്റെ ഫിൽട്രേഷനിലൂടെ കിഡ്നിയുടെ വലക്കണ്ണികൾക്ക് അല്ലെങ്കിൽ നെഫ്രോൺ കോശങ്ങൾക്ക് ഡാമേജസ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഡാമേജ് സംഭവിച്ച കിഡ്നിയിലൂടെ അമിതമായി ശരീരത്തിലുണ്ടാകുന്ന പഞ്ചസാരയെ അതിലൂടെ യൂറിനിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇപ്പം നല്ല ഡയബറ്റിക് ഉള്ള ഒരാള് മൂത്രം ഒഴിക്കുന്ന മതി, കുറച്ച് ഉറുമ്പുകൾ വന്നിട്ട് അവിടെ കൂടിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ കൂടിയിരിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇതിനകത്ത് പഞ്ചസാര കൂടുതലായിട്ട് നമ്മുടെ യൂറിനിലൂടെ ലോസ് ആയി പോകുന്ന. സ്വാഭാവികമായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ മരുന്ന് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൽ വരുന്ന പഞ്ചസാരയെ കത്തിച്ച് കളയുകയാണ് ശരിക്കും ഈ നമ്മൾ കഴിക്കുന്ന ഗുളികകൾ കൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആക്ച്വലി ഷുഗർ എന്ന് പറയുന്നത് ഇൻസുലിൻ വർക്ക് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇൻസുലിൻ റെസിസ്റ്റിങ് സംഭവിക്കുന്നുണ്ടാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി പ്രവർത്തന സജ്ജമല്ല, അതിന്റെ കോശങ്ങൾ നശിച്ചുപോയി, ഇനി ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല, ഒന്നില്ല പുറത്തുനിന്ന് ഇൻസുലിൻ എടുക്കണം അല്ലെങ്കിൽ ഗുളിക കഴിക്കണം എന്നാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം. ഇതൊരു ശരിയായ പഠനമല്ല. കാരണം ആധുനിക കാലഘട്ടത്തിൽ പുതിയ പുതിയ പഠനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആധുനിക കാലഘട്ടത്തിൽ പുതിയ പഠനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റിംഗ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇൻസുലിൻ വർക്ക് ചെയ്യാതിരിക്കുന്നു. ആക്ച്വലി ബോഡിയിൽ ഇൻസുലിൻ ഉണ്ട്. അപ്പൊ കടുത്ത ഡയബറ്റിക് ഉള്ള ഒരാളുടെ ശരീരത്തിൽ ഇൻസുലിന്റെ അളവുണ്ട്, ധാരാളമായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് ഷുഗർ ഒരു ഡയബറ്റിക് ആവുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ് ഇൻസുലിൻ റെസിസ്റ്റിംഗ് ആണ്, ഇൻസുലിൻ വർക്ക് ചെയ്യാതെ വരുന്നത്. അതിന്റെ കാരണമായിട്ട് പറയുന്നത് നമ്മുടെ ലിവർ ഡാമേജസിലൂടെ നമ്മുടെ മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കാതെ വരുന്നത്, അല്ലെങ്കിൽ മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാതെ, അതായത് നമ്മുടെ ഭക്ഷണത്തെ പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് നടക്കാതെ വരുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തില് ഇൻസുലിൻ അതിന്റെ പ്രക്രിയ അല്ലെ അതിന്റെ ജോലി സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മറന്നു പോകുന്നു, ആ ജോലി അത് ചെയ്യാൻ മറന്നു പോകുന്നു, അത് വർക്ക് ചെയ്യാതെ വരുന്നു. അതാണ് ശരിക്കും ഡയബറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്ക് സംജാതമാകുന്നതിനെ മാറ്റിമറിക്കാൻ പലപ്പോഴും നമ്മൾ പ്രോപ്പർലി ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ അവർ നമ്മുടെ പാൻക്രിയാസിനെയും ബ്ലഡിൽ വരുന്ന ഷുഗറിനെയും മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കാരണമായിരിക്കുന്ന പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് ലിവറിനുണ്ടായിരിക്കുന്ന ഡാമേജസ് ആണ്. അപ്പൊ ലിവറിനെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ ഇൻസുലിൻ റെസിസ്റ്റിംഗ് മാറ്റിയിട്ട് ഇൻസുലിൻ വർക്ക് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നിർവഹിക്കുന്നത്. അപ്പൊ അത് ഗ്രാജുവലി സംഭവിക്കുന്ന, ഒറ്റയടിക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല. അപ്പൊ ആ ഗ്രാജുവലി നമ്മൾ ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റിംഗ് മാറ്റി, അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ക്രോമിയം വനാഡിയം എന്ന് പറയുന്ന 2 നാച്ചുറൽ കെമിക്കല് നമ്മുടെ ഭക്ഷണത്തിൽ കുറയുന്നത് കൊണ്ടാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റിംഗ് ഉണ്ടാകുന്നതെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ അതിന് റെമഡി ഉണ്ട്. അച്ചിങ്ങ പയറിന്റെ അകത്ത് ധാരാളം ക്രോമിയം വനാഡിയം ഉണ്ട്. ഭക്ഷണത്തിൽ നമ്മൾ അച്ചിങ്ങ പയറൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതൊരു റെമഡി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ഒരാഴ്ച കഴിച്ചോ 2 ആഴ്ച കഴിച്ചോ കൊണ്ട് സംഭവിക്കുന്നതല്ല. നിരന്തരമായിട്ട് നമ്മളൊരു ഭക്ഷ്യവിധേയമാക്കുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രോഡക്റ്റുകളിൽ ഇത്തരത്തിലുള്ള നാച്ചുറൽ കെമിക്കൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന പ്രോബ്ലത്തെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. അപ്പം ഈ പറയുന്ന നമ്മുടെ ലിവറിനെ പതുക്കെ പതുക്കെ റിക്കവർ ചെയ്ത് പിക്ക് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ലിവർ കൃത്യമായി അതിന്റെ ഡ്യൂട്ടി നിർവഹിക്കും. ലിവർ കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കും, നമ്മുടെ പ്രായം കുറയും, നമ്മുടെ ശരീരം കളർ വരും. ഇപ്പം മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കൊളാജിൻ, ഗ്ലൂട്ടാത്തയോൺ